നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3, 2025 ബുധൻ. ഇന്ന് ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളായ HSBC, കോമ്പോസിറ്റ് PMI, സർവീസ് PMI ഡാറ്റകളുടെ റിസൾട്ടുകൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അങ്ങനെ തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടി വീണ്ടും 26,000 എന്ന കീ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ച നിഫ്റ്റിക്ക് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിലും നഷ്ടം നേരിടേണ്ടി വന്നെങ്കിലും 26,000 എന്ന കീ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ കൃത്യം ഒരാഴ്ചകൾക്ക് ശേഷം ഇന്ന് നിഫ്റ്റിക്ക് 26,000 എന്ന ഈ ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എന്തുകൊണ്ടാണ് തുടർച്ചയായും ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ ഇൻഡസീസിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ സെൻസെക്സിൽ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് ലഭ്യമായിരുന്നതും മാർക്കറ്റ് ഓപ്പണായ ഉടനടി തന്നെ നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ ഡേ ഹൈ ആയ 26,066 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടുകയുണ്ടായി. തുടർന്ന് അതിശക്തമായ ഇടിവ് നേരിട്ടെങ്കിലും രാവിലെ 11:20 25,891 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിക്കുകയുണ്ടായി. തൽഫലമായി 46 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,986 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 31 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 74 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഇന്നത്തെ NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 851 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1987 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിന് 1% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.5% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, മീഡിയ, പ്രൈവറ്റ് ബാങ്ക്, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 0.2% മുതൽ 0.6% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ അതേസമയം PSU ബാങ്കിന് 3%, മെറ്റൽ, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ മേഖലകൾക്ക് 1% മുതൽ 1.5% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. മാക്സ് ഹെൽത്ത് കെയർ, JSW സ്റ്റീൽ, ഭാരത് ഇലക്ട്രോണിക്സ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, M&M തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം വിപ്രോ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, TCS, ആക്സിസ് ബാങ്ക്, ICIC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാനായി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും തുടർച്ചയായി ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 90 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ട് ഇന്നും എത്തിച്ചേരുകയുണ്ടായി. തൽഫലമായി ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും 32 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.19 എന്ന ലെവലിലായിട്ടാണ് ഇന്ന് ഇന്ത്യൻ രൂപ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട നവംബർ മാസത്തെ HSBC കോമ്പോസിറ്റ് PMI ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തുകയുണ്ടായി. ഒക്ടോബറിലെ 60.4 എന്ന നിലയിൽ നിന്നും 59.7 എന്ന താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. എന്നാൽ അതേസമയം ഇന്ന് ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട HSBC സർവീസ് PMI ഡാറ്റ നവംബറിലെ ഇന്ത്യയുടെ സേവന മേഖലയിലെ വളർച്ചയുടെ തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ട് തന്നെ ഒക്ടോബറിൽ 58.9 എന്ന ലെവലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സർവീസ് PMI ഇത്തവണ നവംബർ ആയപ്പോൾ 59.8 എന്ന ഉയർന്ന തോതിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനായിട്ട് ഇന്ത്യൻ രൂപ അതിശക്തമായ ഇടിവാണ് അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വരുന്നതും എസ്പെഷ്യലി ഈ ആഴ്ച ആദ്യം മുതൽ തിങ്കൾ, ചൊവ്വ, ഇന്ന് ബുധൻ ഉൾപ്പെടെ 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് ₹1 മുകളിലേറെ നഷ്ടം അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടി വന്നു. ഇതിനു പുറമെ കഴിഞ്ഞ നവംബർ 4 ആരംഭിച്ച ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണം മൂലം കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ട് ₹1 നഷ്ടം ഇതിനു പുറമെ ഇന്ത്യൻ രൂപയ്ക്കും അമേരിക്കൻ ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഒരു മാസത്തിനുള്ളിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ഏകദേശം ₹2 മുകളിലാണ് ഇടിവ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. കഴിഞ്ഞ 27-ാം തീയതി വ്യാഴാഴ്ച ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പുനരാരംഭിച്ച സെല്ലിംഗ് തുടർച്ചയായി ഇന്നലെ 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും
തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല ഇന്നലെ അവർ വീണ്ടും സെല്ല് ചെയ്യുന്ന എമൗണ്ട് ഹ്യൂജായ രീതിയിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. 3642.30 എന്ന ലെവലിലേക്കും. ഇന്നലെ വരെ 4 ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് ഏകദേശം 10,000 കോടി രൂപയ്ക്ക് അടുത്താണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും അവർ വിറ്റിറങ്ങുകയും ഉണ്ടായത്. ഈ മാസം 1-ാം തീയതിയും 2-ാം തീയതിയും കൊണ്ട് മാത്രം 4,813.61 കോടി രൂപയുടെ സെല്ലിംഗും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ദിനം പ്രതി സെല്ലിംഗ് തുടരുക മാത്രമല്ല അവരുടെ സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്നത് നിക്ഷേപകരിലും മാർക്കറ്റിലും ആശങ്ക ഉളവാക്കാനും അത് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ മോശമായി ഇന്നും ബാധിക്കുകയുണ്ടായി. ഏതാനും മാസങ്ങളായിട്ട് PSU ബാങ്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുതിയ നിക്ഷേപ നയങ്ങൾ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കണ്ടിരുന്നു PSU ബാങ്ക് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ റാലി. എന്നാൽ ഇതിനെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് പുതിയ ഉത്തരവ് വരികയുണ്ടായി. അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള വായ്പാദാതാക്കളിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി 20% നിന്ന് 49% ഉയർത്താൻ പദ്ധതിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് PSU ബാങ്ക് സെക്ടറിൽ മാത്രമല്ല പ്രൈവറ്റ് ബാങ്ക് സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി PSU ബാങ്കിന് 261 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 3.07% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് നിഫ്റ്റി ബാങ്കിനും ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും ഉച്ചതിരിഞ്ഞ് റിക്കവർ ആകാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നേരിയ നേട്ടത്തോടുകൂടി തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തുടർച്ചയായിട്ട് 3 ട്രേഡിംഗ് സെക്ഷൻ നഷ്ടത്തോടു കൂടിയിട്ടുള്ള ക്ലോസിംഗിന് ശേഷം സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ തുടർന്ന് ഇന്ന് ബാങ്കിംഗ് സ്റ്റോക്കുകളിലും സെക്ടറുകളിലും പ്രത്യേകിച്ച് PSU ബാങ്കുകളിൽ അനുഭവപ്പെട്ട ഇടിവും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ഇന്ന് ബാധിച്ചു. ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുകയുണ്ടായത്. ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിലുണ്ടായ ഉയർച്ചയും മോശമായി തന്നെ ബാധിക്കുകയുണ്ടായി. കാരണം ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാരണങ്ങൾക്കെല്ലാം പുറമെ നിലവിൽ ഇന്ത്യ-US വ്യാപാര കരാർ സ്ഥിരീകരിക്കാത്തതും സമയപരിധിയില്ലാതെ ആവർത്തിച്ചുള്ള കാലതാമസവും മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ ഒരു ഘടകവും നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായ നഷ്ടത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ മാർക്കറ്റിനെ വിടാതെ പിന്തുടരുന്നുമുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 124 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ നിലവിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ വരുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്ന് ഇന്ത്യൻ, ഹോങ്കോങ്, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ, ചൈനീസ് മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജപ്പാൻ, സിംഗപ്പൂർ, തായ്വാൻ, കൊറിയൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വില $63.25 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $59.52 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വിലയിൽ നിലവിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4,199 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എംബസി REIT ബംഗളൂരുവിൽ 852 കോടി രൂപയ്ക്ക് 3 ലക്ഷം ചതുരശ്ര അടി ഓഫീസ് വസ്തു കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. മഹേന്ദ്ര ലൈഫ് സ്പേസ് മുംബൈയിലെ ഒരു ഹൗസിംഗ് സൊസൈറ്റി പുനർവികസനം നടത്തിക്കൊണ്ട് സ്വതന്ത്ര സ്ഥലത്തിന്റെ വിൽപ്പനയിലൂടെ 1010 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. NBCC ഗാസിയാബാദ് വികസന അതോറിറ്റിയിൽ നിന്ന് 643 കോടി രൂപയുടെ പുതിയ കരാർ കമ്പനിക്ക് ലഭിച്ചു. KPI ഗ്രീൻ എനർജി ഗുജറാത്ത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് 142 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ EPC കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഗുജറാത്ത് നാച്ചുറൽ റിസോഴ്സസ് സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് ഡിസംബർ 12, 2025 ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ള അറിയിപ്പ് വരികയുണ്ടായി. ഭാരത് രസായൻ 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റിനായും 1:1 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂവിനായിട്ടുമുള്ള റെക്കോർഡ് ഡേറ്റ് ഡിസംബർ 12, 2025 ആണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. നോളജ് മറിയൻ ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും 10.7 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.